തിരുവോണ ദിനത്തിൽ KSRTCയിൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കാൻ ട്രേഡ് യൂണിയനുകൾ. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ TDFും BMSും ഡ്യൂട്ടി ബഹിഷ്കരിക്കും. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, കർക്കശ നിലപാടിലേക്കാണോ ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻ സംഘടനകൾ പോകുന്നത്? അതായത് സർക്കാർ സർവീസിലുള്ള മറ്റു ജീവനക്കാർക്ക് സർക്കാർ കൃത്യമായി ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോഴും KSRTC ജീവനക്കാരെ തഴയുന്നു എന്ന ആക്ഷേപമാണ് അവർക്കുള്ളത്. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ BMSും TDFും ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ഇത്തരത്തിലൊരു ആലോചന നടത്തുന്നത്. അതായത് തിരുവോണ ദിവസം സ്വാഭാവികമായും സർക്കാർ കലണ്ടർ അനുസരിച്ച് അന്ന് അവധി ദിവസമാണ്. അന്ന് ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് നിലവിൽ സംഘടനകൾ ആലോചിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ബഹിഷ്കരണം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് കൃത്യമായി KSRTC മാനേജിംഗ് ഡയറക്ടർക്ക് CMDക്ക് സംഘടനകൾ കത്ത് നൽകും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു ആവശ്യം സർക്കാർ ജീവനക്കാർക്ക് തുല്യമായ ബോണസ് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ്. ഈ ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണുള്ളത്. BMS നേരത്തെ തന്നെ ഇക്കാര്യം കാണിച്ചുകൊണ്ട് CMDക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷേ ഈ കത്തിൽ ഇതുവരെ KSRTC CMD യാതൊരു തരത്തിലുള്ള സംഘടനകളോട് ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണം നടത്തിയില്ല. കഴിഞ്ഞ ദിവസമാണ് KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയതും വലിയ വാർത്തയായതിനു ശേഷമാണ് ഇത്തരത്തിൽ ശമ്പളം പോലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും തങ്ങളെ മറ്റ് സർക്കാർ ജീവനക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ തങ്ങളെ അവഗണിക്കുന്ന ഒരു നിലപാടാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കാനാണ് നിലവിൽ സംഘടനകളുടെ തീരുമാനം. നിലവിൽ സംഘടനകളുടെ തീരുമാനം അനുസരിച്ച് തിരുവോണ ദിനത്തിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്ന ഒരു മാർഗത്തിലേക്കാണ് അവർ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൽ നിന്ന് അതിനു മുമ്പ് തന്നെ അനുകൂലമായ ഒരു തീരുമാനം തങ്ങൾക്ക് ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയും സംഘടനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു കാര്യം നടപ്പിലായില്ലെങ്കിൽ തിരുവോണ ദിവസത്തിന് മുമ്പ് കൃത്യമായി സർക്കാരിനെ അറിയിച്ചുകൊണ്ട് തന്നെ ഡ്യൂട്ടി ബഹിഷ്കരണം എന്ന പ്രതിഷേധ മാർഗത്തിലേക്ക് സംഘടനകൾ കിടക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ തിരുവോണ ദിനത്തിൽ TDFും BMSും ഡ്യൂട്ടി ബഹിഷ്കരിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്.